ഇതാണ് വരാപ്പുഴ മുട്ടിനകത്ത് കഴിഞ്ഞ വർഷം സ്ഫോടനമുണ്ടായ പടക്ക സംഭരണശാല. ഒരാൾ മരിച്ച അപകടത്തിൽ 140ലധികം വീടുകൾക്കാണ് കേടുപാടുകൾ ഉണ്ടായത്. കഴിഞ്ഞ ഫെബ്രുവരി 28-നായിരുന്നു വരാപ്പുഴ മുട്ടിനകത്ത് ജനവാസ മേഖലയിലെ പടക്ക സംഭരണശാലയിൽ സ്ഫോടനമുണ്ടായത്. 6 വീടുകൾ ഏതാണ്ട് പൂർണ്ണമായി തകർന്നു. വീടുകൾ ഉൾപ്പെടെ 140ലധികം കെട്ടിടങ്ങൾക്ക് തകരാറുണ്ടായി. PWD ബിൽഡിംഗ് വിഭാഗം കണക്കെടുപ്പ് നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് മുട്ടിനകം നിവാസികൾ പറയുന്നു. അന്നേരത്തെ നഷ്ടങ്ങളല്ല, അത് കഴിഞ്ഞ് മഴയും കാര്യങ്ങളും വെയിലും ഒക്കെ വന്നപ്പോഴാണ് ഓരോ വീടിനുള്ള നഷ്ടങ്ങൾ നമുക്ക് പോലും മനസ്സിലാവണം. വളരെ വലിയ നഷ്ടങ്ങളാണ്. കേസ് കൊടുക്കാന്നുള്ള രീതിയിലേക്കാണ് ശരിക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ. കുറച്ചുപേർ വായ്പയെടുത്തും കടം വാങ്ങിയും അത്യാവശ്യം പണികൾ നടത്തി. ഈ സൈഡ് മുഴുവൻ വീടിൻ്റെ മൊത്തത്തിൽ ഇങ്ങനെ പെട്ടിരിക്കണം. ഈ തൂണുവരെ ഇങ്ങോട്ട് മാറിയിരിക്കണം. മതിലും പോയല്ലേ വീടിൻ്റെ? ആ മതിലിന് പോയി. പിന്നെ സ്റ്റെയർ വരെയൊക്കെ പൊട്ടിയിരിക്കുക. അപ്പുറത്ത് സ്റ്റെയറെല്ലാം പൊട്ടിയിരിക്കുക. വീടിൻ്റെ മുകളിൽ തട്ടെല്ലാം പൊട്ടിയിരിക്കുന്നത്. പടക്ക സംഭരണശാല ഉടമയുടെ സ്വത്ത് കണ്ടുകെട്ടി നഷ്ടപരിഹാരം നൽകുമെന്നാണ് റവന്യൂ വകുപ്പ് പറയുന്നത്. അവിടെ ചെല്ലുമ്പോൾ പറയും, നിങ്ങൾക്ക് എല്ലാം ശരിയാക്കിയിട്ടുണ്ട്, ഇനി നിങ്ങളുടെ സ്ഥലത്തെ ആൾക്കാരാണ് അതിൽ ഒപ്പിടാനുള്ളത് എന്നൊക്കെ പറഞ്ഞ് പഞ്ചായത്ത് സഹകരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഇതേയുണ്ട്. ഞങ്ങൾ അവിടെ പോയി ഇവിടെ പോയി ഇങ്ങനെ നടപ്പുണ്ട്. നഷ്ടപരിഹാരം ലഭിക്കാൻ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് മുട്ടിനകം നിവാസികൾ. മുട്ടിനകം സ്ഫോടനത്തിൽ നാശനഷ്ടമുണ്ടായ വീടുകളിലെ അറ്റകുറ്റപ്പണിക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം ഉറപ്പുവരുത്തുമെന്ന് മണ്ഡലത്തിന്റെ ജനപ്രതിനിധി കൂടിയായ പ്രതിപക്ഷ നേതാവ് ഉറപ്പ് നൽകിയിരുന്നതാണ്. എന്നാൽ സർക്കാർ ഔദ്യോഗികമായി ഇനിയും സഹായം പ്രഖ്യാപിച്ചിട്ടില്ല. ബിനു പാവമ്പിക്കൊപ്പം പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.